അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒലിവർ ട്വിസ്റ്റ് ഒരു അനാഥാലയത്തിൽ ജനിച്ചു. പിന്നെ ഒരു കുട്ടികളൊക്കെ വളർത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തി അയാളെ വീണ്ടും അനാഥാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ ഫുഡൊന്നും കൊടുക്കുന്നില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ മറ്റു കുട്ടികളുടെ പ്രേരണ പ്രകാരം കുറച്ചുകൂടി ഫുഡ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അത് വളരെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. ആ കാരണത്താൽ അവനെ ഒരു റൂമിലിട്ട് പൂട്ടി. മാത്രമല്ല ഒരു അനൗൺസ്മെൻറ്റ്, അതായത് ഇവൻ ആരെങ്കിലും ജോലിക്ക് വേണമെങ്കിൽ കൊണ്ടുപോകുന്നവർക്ക് സമ്മാനം അങ്ങോട്ട് കൊടുക്കും എന്നുള്ള രീതിയിൽ അനൗൺസ്മെൻറ്റ്. കാരണം അത്രക്കും ഹൊറിബിൾ ആക്റ്റാണ്. ഇന്നേ വരെ ഒരു കുട്ടിയും അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഒരു വിത്തിനെ ആ കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ നടത്തിപ്പുകാർക്ക് പ്രശ്നമാണെന്നുള്ള അറിയാം. അപ്പോൾ അവർ ഇവനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ്. ഓക്കെ, നമുക്ക് സ്റ്റോറിയിൽ കണ്ടിന്യൂ ചെയ്യാം. ഒലിവേഴ്സ് ഫസ്റ്റ് ജോബ്, ഒലിവറിൻ്റെ ആദ്യത്തെ ജോലി. ഒലിവർ സ്റ്റേഡ് എ പ്രിസണർ, അവനൊരു ജയിൽ പുള്ളിയായിട്ട് അല്ലേ, പൂട്ടിയിട്ടിരിക്കല്ലേ, അതിൽ അങ്ങനെ കിടക്കുകയാണ്. അലോങ് ഇൻ ദ ഡാർക്ക് റൂം ഫോർ എ വീക്ക്, ഒരാഴ്ച അവനെ പൂട്ടിയിട്ടു. ഹി ക്രൈഡ് ബിറ്റർലി ഓൾ ഡേ, അവൻ ദിവസം തോറും കരഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് വെൻ ദ ലോങ് നൈറ്റ് കെയിം, ഒരു ദിവസം ഒരു നീണ്ട രാത്രി വന്നപ്പോൾ, ഹി സ്പ്രെഡ് ഹിസ് ലിറ്റിൽ ഹാൻഡ്സ് ഓവർ ഹിസ് ഐസ് ടു ഷട്ട് ഔട്ട് ദ ഡാർക്ക്നെസ്. അവൻ്റെ കണ്ണുകൾക്ക് നേരെ കൈകളിങ്ങനെ വെച്ചു. ആൻഡ് ട്രൈഡ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഹി വാസ് ഗിവൺ ഫ്രീസിങ് വാട്ടർ ഓഫ് ടു വാഷ് വിത്ത്, അവന് കൊടുത്തിട്ടുള്ളത് തണുപ്പ് കാലമാണ്, അവിടെ ഐസിൻ്റെ വെള്ളമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് വാസ് ബീറ്റൻ ഡെയിലി, ഓരോ ദിവസം വന്ന് അടിക്കും ആര്, ബൈ മിസ്റ്റർ ബംബിൾ, ഈ ബംബിൾ, ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ അതർ ബോയ്സ് ഇൻ ദ ഹാൾ. ഇവനെ ഒരാഴ്ച കൂട്ടിയിട്ടു. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ദിവസവും ഇവനെ കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ മുമ്പിലിട്ട് അടിക്കും. കാരണം മറ്റുള്ളവർക്കൊരു വാണിംഗ് ആയിട്ട്, ആസ് എ വാണിംഗ് ടു ദം, മറ്റുള്ളവർക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഒരാഴ്ച പൂട്ടിയിട്ട് ദിവസം അടിയാണെന്നുള്ള, അത് ചോദിക്കാൻ പാടില്ല, കൂടുതൽ ഫുഡ് ചോദിക്കാൻ പാടില്ല. വൺ ഡേ മിസ്റ്റർ ബംബിൾ മെറ്റ് എ ലോക്കൽ അണ്ടർടേക്കർ, ഒരു ദിവസം മിസ്റ്റർ ബംബിൾ മെറ്റ് ദ ലോക്കൽ അണ്ടർടേക്കർ, ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്, ലോക്കൽ അണ്ടർടേക്കറിനെ കണ്ടു. മിസ്റ്റർ സോവർബറി, അയാളുടെ പേരാണ് മിസ്റ്റർ സോവർബറി, ഔട്ട്സൈഡ് ദ വർക്ക് ഹൗസ്, ഈ വർക്ക് ഹൗസിന് പുറത്ത്. ഡു യു നോ എനിബഡി ഹു വാണ്ട്സ് ടു ട്രെയിൻ എ ബോയ് ഫോർ വർക്ക്? സോബറിനോട് ചോദിച്ചു, ആര്, മിസ്റ്റർ ബംബിൾ. ആരും വരുന്നില്ല അപ്പോൾ മാർക്കറ്റിൽ, കാരണം അന്നത്തെ ഏറ്റവും വലിയ കൂലി എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഈ ഫുഡ് കൊടുക്കണ്ടേ, ഫുഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആരും ഈ കുട്ടിയെ ജോലിക്ക് അന്വേഷിച്ച് വരുന്നില്ല. അങ്ങനെ ഇയാൾ മാർക്കറ്റിൽ പോയപ്പോൾ ചോദിച്ചു, സ്ട്രോബെറിനോട് ചോദിച്ചു, ആർക്കെങ്കിലും ഒരു കുട്ടീനെ വേണോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. മിസ്റ്റർ ബംബിൾ പോയിൻറ്റഡ് അറ്റ് ദ നോട്ടീസ് ഓൺ ദ വാൾ എബോവ് ഹിം. സ്ട്രോബെറിൻ്റെ മുകളിൽ തന്നെ അവിടെ ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു, ടു എനിബഡി ഹു വുഡ് ടേക്ക് ഒലിവർ ട്വിസ്റ്റ് ഫോർ വർക്ക്, ആരെങ്കിലും ഈ ഒലിവർ ട്വിസ്റ്റിനെ ജോലിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? മിസ്റ്റർ സ്ട്രോബെറി റബ്ഡ് ഹിസ് ചീൻ, അയാളിങ്ങനെ താടി ഇങ്ങനെ വരുത്തിക്കൊണ്ട് പറഞ്ഞു. ആൻഡ് തോട്ട് ഫോർ എ വൈൽ, കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചു. ഐ പേ ഇനഫ് ഫോർ പുവർ വിത്ത് മൈ ടാക്സസ്, ഞാൻ ആൾറെഡി പാവപ്പെട്ടവർക്ക് ടാക്സ് ആയിട്ട് പൈസ കൊടുക്കുന്നുണ്ട് ഈ സെറ്റ്. അയാൾ പറഞ്ഞു, സോ വൈ ഷുഡിൻറ്റ് ഐ ബി ഏബിൾ ടു മേക്ക് യൂസ് ഓഫ് ദം ഇൻ മൈ വർക്ക്, അപ്പോൾ എന്തുകൊണ്ട് അവർ ഉപയോഗപ്പെടുത്തിക്കൂടാ, ടു യൂസ് ദം അവർ ഇൻ മൈ വർക്ക്, എൻ്റെ ജോലിയിൽ എന്തുകൊണ്ട് അവർ ഉപയോഗപ്പെടുത്തിക്കൂടാ. യെസ്, ഐ വിൽ ടേക്ക് ദ ബോയ് മൈ സെൽഫ്, ഞാൻ തന്നെ ആ കുട്ടിയെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ മിസ്റ്റർ ബംബിള് മിസ്റ്റർ സോബറിനോട് ചോദിച്ചപ്പോൾ സോബർ ഇങ്ങനെ ആലോചിച്ചു, കാരണം അയാൾ കുറേ ടാക്സ് കൊടുക്കുന്ന ആളാണ്, പാവപ്പെട്ടവർക്ക് ആൾറെഡി, അപ്പോൾ എന്തുകൊണ്ട് അവരെ എൻ്റെ ജോലിക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നൊരു ചിന്ത അയാളുടെ വന്ന സ്ഥിതിക്ക് അയാളെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ആൻഡ് സോ ദ ബോർഡ് അഗ്രീഡ് ടു സെറ്റ് ഒലിവർ ടു വർക്ക് ഫോർ ദ അണ്ടർടേക്കർ, അങ്ങനെ ഒലിവറിനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അണ്ടർടേക്കറിനെ കൊണ്ടുപോകുക എന്നുള്ളത് ഈ ബോർഡ് എല്ലാവരും അംഗീകരിച്ചു. ദ നെസസറി പേപ്പേഴ്സ് വേർ സൈൻഡ്, അനാഥാലയാണ്, ഗവൺമെൻറ് തലത്തിൽ നടപ്പിൽ വരുന്നത്, അപ്പോൾ കുട്ടീനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ പേപ്പർ വർക്കൊക്കെ ഉണ്ട്. ദ നെസസറി പേപ്പർ വേർ സൈൻഡ്, ആ പേപ്പറൊക്കെ ഒപ്പിട്ടു. ദ ഒലിവേഴ്സ് സ്മോൾ പൊസഷൻസ് വേർ പോട്ട് ഇൻ ടു എ ബ്രൗൺ പേപ്പർ പാർസൽ, അപ്പോൾ ഒലിവറിൻ്റെ ജംഗമ വസ്തുക്കൾ, ജീവിക്കുമ്പോഴുള്ള ഡ്രസ്സോ എന്തെങ്കിലും പഴയ സംഭവങ്ങളോ കൂടെ എന്ത് ചെയ്തു, ഒരു ബ്രൗൺ പേപ്പർ പാർസൽ, ഒരു ബ്രൗൺ കളറുള്ള ഒരു പേപ്പർ പാർസലിലാക്കി. ആൻഡ് ഹി വാസ് ലെഡ് ടു മിസ്റ്റർ സോബറീസ് ഹൗസ്, അപ്പോൾ ഈ സോബറീസ് ഹൗസിലേക്ക് കൊണ്ടുപോയി ബൈ മിസ്റ്റർ ബംബിൾ.
മിസ്റ്റർ ബംബിളാണ് ഇവനെ കൊണ്ടുപോകുന്നത്. ആസ് ദേ വാക്ക്ഡ് അലോങ്, അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടീയേഴ്സ് ബിഗൺ ടു റൺ ഡൗൺ ഒലിവേഴ്സ് ഫേസ്. ഒലിവറിൻ്റെ മുഖത്ത് കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റ് ഇൻ ദിസ് ടൈം, വാട്ട് ഈസ് ഇറ്റ് ദിസ് ടൈം. ഇപ്പോൾ ആസ്ക്ഡ് മിസ്റ്റർ ബംബിൾ ഇംപേഷ്യൻ. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ് ദിസ് ടൈം. ഇപ്പോൾ എന്തിനാ കരണ്ടത്? അതായത് ഇവൻ ഫുൾ ടൈം കരച്ചില്ല, ഇപ്പോൾ ഫുൾ ടൈം. അപ്പോൾ ഇപ്പോൾ എന്തിനാ കരണ്ടത്? ആസ്ക്ഡ് മിസ്റ്റർ ബംബിൾ ഇംപേഷ്യൻലി. അക്ഷമയോടുകൂടി മിസ്റ്റർ ബംബിൾ ചോദിച്ചു. ഡോണ്ട് ബി സോ അൺഗ്രേറ്റ്ഫുൾ. നീ ഇങ്ങനെ നന്ദിയില്ലാത്തവനാവരുത്. ദിസ് ജെന്റിൽമാൻ ഈസ് ഗോയിങ് ടു ലുക്ക് ആഫ്റ്റർ യു. ഈ സോബർ, ഈ ആൾ നിന്നെ നോക്കാൻ പോവാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ എം സോ ലോൺലി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്, അത്രയേ ഉള്ളൂ. എന്താ? ഐ എം സോ ലോൺലി, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തിട്ടാണ് അവൻ കരയുന്നത്. സെഡ് ദ ചൈൽഡ്. ആ കുട്ടി പറഞ്ഞു, എവരിബഡി ഹേറ്റ്സ് മീ. എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്. പ്ലീസ് ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ സർ. ഇനി എന്നോട് ദേഷ്യപ്പെടല്ലേ എന്നല്ലേ അവൻ പറഞ്ഞു. മിസ്റ്റർ ബംബിൾ ഫെൽറ്റ് എ ലിറ്റിൽ പിറ്റി. ഇങ്ങനെ കേട്ടപ്പോൾ മിസ്റ്റർ ബംബിളിന് വരെ ഇവനോട് കുറച്ച് ദയവ് തോന്നി. ഹി കുറച്ചിട്ട് ടോൾഡ് ഒലിവർ ടു ഡ്രൈ ഹിസ് ഐസ്. അവൻ്റെ കണ്ണുകൾ തുടക്കാൻ പറഞ്ഞു. ടു ബി എ ഗുഡ് ബോയ്, നല്ല കുട്ടിയാൻ പറഞ്ഞു. ആൻഡ് വാക്ക്ഡ് ഓൺ വിത്ത് ഹിം ഇൻ സൈലൻസ്. മിണ്ടാതെ എൻ്റെ ഒപ്പം നടക്കാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സോബറിൻ്റെ വീട്ടിലേക്ക് മിസ്റ്റർ ബംബിൾ ഒലിവറിനെയും കൂട്ടി പോവാണ്. അപ്പോൾ ഇവൻ കരച്ചിലാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇന്ത്യൻ അപ്പോൾ കഴിയണം അല്ലേ? അപ്പോൾ ഇവനിതാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്. അപ്പോൾ എന്നോട് അങ്ങനെ നീ ദേഷ്യപ്പെടല്ലേ സാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, മിസ്റ്റർ ബംബിളിന് വരെ അവനോട് കുറിച്ച് പോകാൻ തോന്നി. അങ്ങനെ ഇവർ നടന്ന് മുന്നോട്ട് പോകണം. ദ അണ്ടർടേക്കർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് വർക്ക് ഫോർ ദ ഡേ വെൻ മിസ്റ്റർ ബംബിൾ എൻറ്റർഡ് ഹിസ് ഷോപ്പ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ ജോലി കഴിഞ്ഞ് ദ അണ്ടർടേക്കർ ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ്, അയാളുടെ പണി അപ്പം തീർന്നുള്ളൂ ഫോർ ദ ഡേ, ആ ദിവസത്തെ. വെൻ മിസ്റ്റർ ബംബിൾ എൻറ്റർഡ് ഹിസ് ഷോപ്പ്, മിസ്റ്റർ ബംബിൾ അയാളുടെ ഷോപ്പിലേക്ക് കടന്ന സമയത്ത്, ഹിയർ ഐ ഹാവ് ബോട്ട് ദ ബോയ്, ഞാൻ എന്താ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. സെഡ് ദ ബിഡിൽ പറഞ്ഞു. ഒലിവർ ബോഡ് ടു ദ അണ്ടർടേക്കർ. ഒലിവർ ഇങ്ങനെ വണങ്ങി. ഹു റൈസ്ഡ് ഹിസ് കാൻഡിൽ ടു ഗെറ്റ് എ ബെറ്റർ വ്യൂ. അയാളുടെ മെഴുകുതിരി ഇങ്ങനെ ഉയർത്തിയിട്ട് അവൻ്റെ മുഖത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കി. ഓഫ് ദ ബോയ് മിസ്സിസ് സോബറി ഹി കോൾഡ് കം ആൻഡ് ഹാവ് എ ലുക്ക്. അപ്പോൾ മിസ്റ്റർ സോബറി ജോലി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവർ കയറി ചെന്നത്. അപ്പോൾ ഇവർ വന്നപ്പോൾ ബംബിൾ പറഞ്ഞു, ഞാൻ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സോബറി ഇങ്ങനെ മെഴുകുതിരി വിളിച്ചങ്ങനെ കുട്ടിയുടെ മെരുക്കി കാണാൻ വേണ്ടിയിട്ട് നോക്കി. എന്നിട്ട് അയാൾ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, മിസ്സിസ് സോബറി. അയാളെ ഭാര്യയെ വിളിച്ചു. കം വാ ആൻഡ് ഹാവ് എ ലുക്ക്, വന്ന് നോക്ക്. ഹിസ് വൈഫ്, ഈ സോബറിൻ്റെ വൈഫ്, എ ഷോർട്ട്, ഉയരം കുറഞ്ഞ, തിൻ, മെലിഞ്ഞ വുമൺ വിത്ത് എ ഡിസ്എഗ്രിയബിൾ ഫേസ്, ഒരു അസംതൃപ്തമായ മുഖമാണ്. കെയിം ഔട്ട് ടു സീ, കാണാൻ വേണ്ടി വന്നു. ഹി ഈസ് വെരി സ്മോൾ, ഷീ സെഡ് ഇമ്മീഡിയറ്റ്ലി. അവിടെ കണ്ടപ്പോൾ തന്നെ അവളുടെ കമൻറ്റ് പാസ്സാക്കി. എന്താണ്? ഹി ഈസ് വെരി സ്മോൾ, വളരെ ചെറുതാണല്ലോ. ഷീ സെഡ് ഇമ്മീഡിയറ്റ്, ഉടൻ തന്നെ അവൾ പറഞ്ഞു. ഹി ഈസ് അഗ്രീഡ് മിസ്റ്റർ ബംബിൾ പറഞ്ഞു, ആ ശരിയാ. ബട്ട് ഹി വിൽ ഗ്രോ, അവൻ വളർന്നോളൂ. മിസ്സിസ് സോബറി, അവൻ വളർന്നോളൂ. അപ്പോൾ സോബറി യെസ് ഷീ സെഡ് ക്രോസ്ലി, അയാളെ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞു. വെൻ ഹി ഈറ്റ്സ് അവർ ഫുഡ്, ഞങ്ങളെ ഫുഡ് കഴിച്ചാൽ ശരിയാണ്, അവൻ വളർന്നോളൂ. ഗോ ഓൺ, ഗെറ്റ് ഡൗൺ സ്റ്റേഴ്സ്, താഴത്തേക്ക് പോ. ഷീ പുഷ്ഡ് ഒലിവറിനെ തള്ളി. ഡൗൺ സ്റ്റേഴ്സ് ഇൻ ടു എ ഡാംപ്, താഴേക്ക് ഇൻ ടു എ ഡാംപ്, നനഞ്ഞ ഡാർക്ക് കിച്ചൺ, ഇരുട്ടുള്ള ഒരു കിച്ചണിലേക്ക്. ആൻഡ് കോൾഡ് ടു ദ ഗേൾ, എന്നിട്ട് അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അയാളെ വിളിച്ചു. വാക്കിംഗ് ഡൗൺ ദെയർ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചു. ഹിയർ ചാർലോട്ട്, ചാർലോട്ട് എന്നാണ് ആ കുട്ടിയുടെ പേര്, പെൺകുട്ടിയുടെ പേര്. ഗിവ് ദിസ് ബോയ് സം മീറ്റ് ദാറ്റ് ഡോഗ് ലെഫ്റ്റ്, ആ കുട്ടിക്ക് കുറച്ച് എന്തെങ്കിലും ഇറച്ചി കൊടുക്കുക. എന്ത്? ദാറ്റ് ദ ഡോഗ് ലെഫ്റ്റ്, ആ പട്ടി തിന്നതിൻ്റെ ബാക്കിയുള്ള ആ ബാക്കി ഇറച്ചി ഉണ്ടല്ലോ, അത് ഈ കുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇഫ് ഹി തിങ്സ് ഇറ്റ്സ് ഗുഡ് ഇനഫ് ഫോർ ഹിം, അത് മതി എന്ന് അവനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവന് കൊടുക്കുക. ഒലിവർ ടോർഡ് ദ മീറ്റ് ടു പീസസ്,
ഒലിവർ അത് കണ്ടതോട് ഇപ്പോൾ തന്നെ ഈ ടോൾ ദ മീറ്റ് ഇൻ ടു പീസസ്. ആ ഇറച്ചി അവന് പീസാക്കി വിത്ത് ഹിസ് ടീത്ത്, അവൻ്റെ പല്ല് കൊണ്ട്. ആൻഡ് ഇഫ് ഹി വേർ എ വൈൽഡ് എനിമൽ, ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു മൃഗമാണെന്നുള്ള രീതിയിൽ അവൻ ആ ഇറച്ചിൻ്റെ പീസാക്കി. മിസ്സസ് സ്ട്രോബെറി വാച്ച്ഡ് ഹിം. മിസ്സസ് സ്ട്രോബെറി അയാൾ കണ്ടിട്ടിങ്ങനെ അത്ഭുതത്തോടെ നോക്കി. വാച്ച്ഡ് ഹിം ഇൻ സൈലൻറ്റ് ഹൊറർ. കാരണം ഇവൻ ഇതുവരെ സൂപ്പ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഇറച്ചിൻ്റെ കഷ്ണം കിട്ടണം. അത് പട്ടി നിന്ന് ബാക്കിയാലും കുഴപ്പമില്ല, അവനത് കടിച്ച് പീസായി കഴിക്കുന്നത് കാണുമ്പോൾ മിസ്സസ് സ്ട്രോബെറി ഭയത്തോട് കൂടിയിട്ട് നോക്കി. ഓൾറെഡി തിങ്കിങ് അബൌട്ട് ഹെർ ഫ്യൂച്ചർ ഫുഡ് ബിൽസ്. ഇവൻ ഇമാതിരി തീറ്റ തന്നെയാണെങ്കിൽ ഭാവിയിലുള്ള ഫുഡിനുള്ള ബില്ല് എത്ര വരും എന്നുള്ള രീതിയിൽ മിസ്സസ് സ്ട്രോബെറി ഇങ്ങനെ ഭയാനകമായി നോക്കി. ദെൻ ടുക്ക് ഹിം അപ്സ്റ്റേഴ്സ് ടു ദ ഷോപ്പ്. എന്നിട്ട് അവനെ എടുത്തു അപ്സ്റ്റേഴ്സ്, മുകളിലേക്ക്, ടു ദ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. യു വിൽ സ്ലീപ്പ് ഹിയർ, നീ ഇവിടെ ഉറങ്ങും. എമംഗ് ദ കോഫിൻസ്, അവിടെ ശവപ്പെട്ടികളാണ് അടച്ചു. അപ്പോൾ അവനെ കൊണ്ടുപോയിട്ടുള്ള സ്ഥലം അവർക്കുള്ള കച്ചവടം ശവപ്പെട്ടികളാണ്. അപ്പോൾ ഷോപ്പിൽ നിറച്ചും ശവപ്പെട്ടികൾ കിടക്കുക. അപ്പോൾ യു വിൽ സ്ലീപ്പ് ഹിയർ, നീ ഇവിടെ ഉറങ്ങും. എമംഗ് ദ കോഫിൻസ്, ഈ ശവപ്പെട്ടികൾക്കിടയിൽ ഉറങ്ങും. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഒലിവർ സ്റ്റാർഡ് അറൗണ്ട് ദ ഡാർക്ക്. അവന് ഇരുട്ടത്ത് ഇങ്ങനെ നോക്കി. എയർലെസ് ഷോപ്പ്, കാറ്റും വെളിച്ചം കയറാത്ത ഒരു ഷോപ്പ്. അറ്റ് ദ കോഫിൻസ്, പിന്നെ ശവപ്പെട്ടികൾ. സം ഫിനിഷ്ഡ്, ചിലതൊക്കെ പണി തീർന്നിട്ടുണ്ട്. സം ഓൺലി ഹാഫ് മൈഡ്, ചിലത് പകുതി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഹി ട്രംബിൾഡ്, അവൻ വിറച്ചു. അറ്റ് ദ തോട്ട് ഓഫ് ഗോസ്റ്റ്സ്, കാരണം ശവപ്പെട്ടികളാകുമ്പോൾ പ്രേതം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ശവപ്പെട്ടികളുടെ ഇടയിലേക്ക് നിന്നപ്പോൾ അവനാകെ പ്രേതങ്ങളെ ആലോചിച്ച് അവൻ വിറച്ചു. ഹിസ് ബെഡ് വാസ് എ സ്മോൾ ഹോൾ ഇൻ ദ ഫ്ലോർ. അവന് ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളാണ്, ഒരു കുഴി പോലത്തെ ഒരു സ്ഥലമാണ് തറയിൽ. ആൻഡ് ലുക്ക്ഡ് വെരി ലൈക്ക് എ ഗ്രേവ്, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുഹ പോലെ തോന്നും. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഓൺലി ദ റൂം ദാറ്റ് ഡിപ്രസ്ഡ് ഒലിവർ. ആ റൂം എന്ന് പറഞ്ഞാൽ ഇത്രയും വിഷമിച്ച് നിൽക്കുന്ന ഒലിവറിൻ്റെ മാത്രം റൂമായിരുന്നില്ല. He felt very lonely with no friends and no one to care for him. അവന് വളരെ ഒറ്റക്കായപ്പോൾ തോന്നി. വിത്ത് നോ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളില്ല. ആൻഡ് നോ വൺ ടു കെയർ ഫോർ ഹിം, അവന് നോക്കാൻ ആരുമില്ല. ആസ് ഹി ലേ ഓൺ ദ ബെഡ്, അവനിങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ ഹി ഫൗണ്ട് ഹിംസെൽഫ്, അവനെ കണ്ടു. വിഷിങ് ദാറ്റ് ഇറ്റ് റിയലി വാസ് ഹിസ് ഗ്രേവ്. അവൻ്റെ വിഷിങ് ദാറ്റ് ആൻഡ് ഗ്രേവ്, അവൻ്റെ കുഴി. അവനതിൽ കിടക്കുമ്പോൾ അവനെ ആഗ്രഹിച്ചു, ഇതിൻ്റെ ശവക്കുഴിയായി മാറിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അവനോട് കിടന്നു. ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ, ഹി വാസ് വോക്കൺ അപ്പ്, അവനെ ഉണർത്തി. ബൈ സം വൺ കിക്കിംഗ് അറ്റ് ദ ഷോപ്പ് ഡോർ. ആരോ ആ ഷോപ്പിൻ്റെ ഡോർ ഇങ്ങനെ ചവിട്ടുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് അവൻ ഉണരുന്നത്. ഓപ്പൺ ദ ഡോർ, വിൽ യു, ഡോർ തുറക്കുവോ, ആരോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത എപ്പിസോഡിൽ കണ്ടിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.